ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അസ്ന അഷിക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എഗെയിൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഡ്രസ് ഹോൾ അല്ല, നമ്മളൊരു പ്രോഡക്റ്റ് ഹോൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീഷോന്ന് ഇതാ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 150 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു മേക്കപ്പ് കോംബോ പാക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, കാജൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോംബോ പാക്കാണ്. അപ്പൊ ഞാൻ മേടിച്ച് നോക്കിയതാണ്. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ, അപ്പൊ തന്നെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ എന്റെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കുർത്ത സെറ്റിന്റെ കൂട്ടത്തിൽ എടുത്തിട്ടുള്ള കുർത്ത സെറ്റാണ്. അടിപൊളി കുർത്ത സെറ്റാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്റെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ ആയിട്ട് ഇങ്ങനെ കോംബോ പാക്ക് ആയിട്ട് മേക്കപ്പ് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, അത് മീഷോന്ന്. അപ്പോൾ ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു നോക്കിയതാണ് കേട്ടോ. അപ്പൊ സംഭവം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ആ ഒരു പ്രൈസിന് വേർത്ത് ആണോ, അല്ലെങ്കിൽ പ്രോഡക്റ്റുകളൊക്കെ നല്ല പ്രോഡക്റ്റ് ആണോ, പഴയതാണോ, ഇനി അതല്ല നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ കിട്ടിയിട്ടുള്ളത് എന്നും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നോക്കാം കേട്ടോ. നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഓരോന്നായിട്ട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്റെ കയ്യിലൊന്നും എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാ ഈ ഒരു സംഭവം, പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനത്തെ 2-3 ഐറ്റംസും ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സംഭവം നമ്മൾ ഓർഡർ ചെയ്ത സംഭവം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇതിന്റെ കറക്റ്റ്, ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിന്റെ കറക്റ്റ് പ്രൈസും അതുപോലെ പിക്ചറും ഞാൻ ഇവിടെ കൊടുക്കാം. ആ സാധനം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കട്ടെ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് ഫോൾസ് ലാഷ് എഫക്റ്റിന്റെ ഒരു ഐലൈനറും മസ്കാര ഉണ്ട്, ഐബ്രോ പെൻസിൽ ഉണ്ട് കേട്ടോ. ഐലൈനർ ഉണ്ട്, മസ്കാര ഉണ്ട്, ഐബ്രോ പെൻസിൽ, 3 കൂടെയാണ് കേട്ടോ ഈ ഒരൊറ്റതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് മസ്കാരയാണ്. ഫോൾസ് ലാഷ് എഫക്റ്റിന്റെ ഒരു ഫുൾ ലാഷസ് നാച്ചുറൽ ലുക്ക് വാട്ടർ പ്രൂഫ് മസ്കാരയാണെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാവുന്നെന്ന് അറിയില്ല കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓ, ഇത് എത്ര സാധനം കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ മസ്കാര കേട്ടോ. മസ്കാര നല്ലതാണ്, നല്ല മസ്കാരയാണ് കേട്ടോ. കാണാൻ കുഴപ്പമൊന്നുമില്ല. ലാഷത്തിൽ മിസ്സൗട്ട് ഓക്കെ ഓക്കെ അടിപൊളി മസ്കാരയാണ് കേട്ടോ. നല്ല മസ്കാരയാണ്. ഇത് ഭയങ്കര സ്മെല്ല കേട്ടോ. നല്ല ഏതോ ഒരു 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 ഫ്രൂട്ടിന്റെ ഒരു, നമ്മുടെ ജാമ് സ്കോഷ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഒക്കെ ഒരു ഫ്രൂട്ടിന്റെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പൊ ഈ മസ്കാര അടിപൊളിയാണ്. നമുക്ക് 10 ഔട്ട് ഓഫ് 10 വേണമെങ്കിൽ കൊടുക്കാം. ഇനി വാട്ടർ പ്രൂഫ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇപ്പൊ എന്തായാലും 10 ഔട്ട് ഓഫ് 10 നമുക്ക് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് മസ്കാരയാണ്. സെക്കൻഡ് വന്നിട്ട് ഈ ഒരു പെൻ ഐലൈനർ ആണ് കേട്ടോ. പെൻസിൽ ഐലൈനർ ആണ്. ഇത് എന്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. ഞാൻ മീഷോന്ന് മേടിച്ചതായിരുന്നു. ഇപ്പഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കളറ് പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാല് നമ്മള് വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മാഞ്ഞു പോകും. ഞാൻ മോക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു കേട്ടോ ഈ ഒരു പെൻസിൽ. അപ്പൊ ഇക്കൂട്ടത്തില് ഇതുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ഇതാണ് കേട്ടോ. ഇതിന്റെ നിബ് വന്നിട്ട് നമ്മുടെ പെൻസിലിന്റെ അതേപോലെ തന്നെയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കളറ് ഞാൻ ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ കളറ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചത്. കറക്റ്റ് ലൈൻസ് ആയിട്ട് വരും കേട്ടോ.
നല്ല ബ്ലാക്ക് കളറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ലതാണ്. പിന്നെ ഇത് നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പോട്ടോ, കുറച്ച് ടൈം കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്, മൂക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തവണ മേടിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സറിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് വരയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് ടൈം അതിൽ നിൽക്കൊന്നുമില്ല, മക്കൾക്കല്ലേ, പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇത് ഞാൻ ഇതാ പോകുന്നില്ലല്ലോ. ആ ഇത് പോകുന്നില്ല, മെല്ലെ പോകുന്നുള്ളൂ കേട്ടോ. ഉണ്ടോ, ഇത് മെല്ലെ പോകുന്നുള്ളൂ. എന്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിരലോണ്ടാക്കി കഴിഞ്ഞാൽ പോകുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് ടൈം നിൽക്കും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ആക്കിയിട്ട് വല്ലാണ്ട് പോകുന്നില്ല, അതേപോലെ ഉണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് ലൈൻസ് വരയ്ക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ചിന്തുന്ന, അതായത് കുപ്പിന്ന് ബോട്ടിൽ നിന്ന് കൊഴിഞ്ഞാടുന്ന പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ഐലൈനർ പെൻസിൽ. ഇതിന് ഞാൻ 10 ഔട്ട് ഓഫ് 10 കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് ഇതാ ഒരു ഐലൈനർ ആണ്. ഇതും ആ കൂട്ടത്തിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐലൈനർ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ഐലൈനർ ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതിന് നിബ് എന്താ അറിയോ, നിബ് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് പെൻസിലിന്റെ പോലെയൊക്കെ നിൽക്കുന്നു. ഇത് ഇങ്ങനെ തന്നെയാണോ അല്ലേ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നല്ല ബ്ലാക്കിഷ് കളറാണ് കേട്ടോ, നല്ല അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ നോക്കട്ടോ. നല്ല അടിപൊളി ബ്ലാക്കിഷ് കളറാണ്, ആ കാര്യത്തില് കുഴപ്പമില്ല. കാരണം നമ്മളെ പെൻ ഐലൈനർ എവിടെ, ഈ പെൻ ഐലൈനർ കൊണ്ട് വരച്ച് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് അത്ര ബ്ലാക്ക് കളർ ഇല്ല കണ്ടോ. പക്ഷെ അതിനേക്കാളും ബ്ലാക്ക് കളർ ഈ ഒരു ഐലൈനറിന് ഉണ്ട് കേട്ടോ. നോക്കട്ടെ, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് കയ്യിലായിട്ട്. ഓക്കെ, അതവിടെ നോട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലാക്കിഷ് കളറിലുള്ള ഐലൈനർ. കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നിബ് കുറച്ചൊരു പെൻസിലിന്റെ പെന്നിന്റെ ഒക്കെ പോലെയുള്ള നിബാണ്. നമ്മൾ ഐലൈനറിനൊക്കെ സാധാരണ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ തുമ്പം നമ്മൾ നല്ല ബ്രഷിന്റെ ആ ഒരു മോഡലല്ലേ ഉണ്ടാവുക. പക്ഷെ ഇതിന് അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മസ്കാരയൊക്കെ റെഡിയായി. ഇനി ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്. ഇതെല്ലാം ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐബ്രോ. ഒരു കുഞ്ഞ് ഐബ്രോ ആണ് കേട്ടോ. ഓക്കെ, നല്ല കളറാണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഐബ്രോ ആണ് കേട്ടോ. ഇത് ക്രയോൺസിന്റെ ഒക്കെ പോലെ പെട്ടെന്ന് ഇതാവുന്നുണ്ട്, പെട്ടെന്ന് നമ്മള് വരയ്ക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഐബ്രോ ആണ്, ഇതിലെല്ലാം ഉണ്ട്. ഹൈലൈനർ പെൻസിൽ ഉണ്ട്, ഐലൈനർ ഉണ്ട്, ഐബ്രോസും ഉണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതൊരു കാജലാണ് കേട്ടോ. ഒരു കാജലാണ്. ഇത്രത്തോളം ലെങ്ത് ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഓക്കെ, എത്രയാണ് ലെങ്ത്? ഇത്രയും ലെങ്ത് ഉള്ള ഒരു കാജൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നോക്കട്ടെ കേട്ടോ. ഓക്കെ, നല്ല കാജലാണ്, കുഴപ്പമില്ല. ഇതാണ് നെക്സ്റ്റ്. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക് വന്നിട്ട് സൂപ്പർ 5ന്റെ 5-in-1 ലിപ്സ്റ്റിക് ആണ്. അതായത് ഇതിൽ 5 കളർ ഉണ്ട്. ഒറ്റ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ ഭയങ്കര വൈറലായിരുന്നു, പക്ഷെ എന്റെ കയ്യിലില്ല കേട്ടോ.
ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാന്നൊക്കെ നോക്കട്ടെ. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു റെഡ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു റെഡ് കളറാണ് ഫസ്റ്റ് കളറ്. ഇത് ഭയങ്കര വലിയ റെഡ് ഒന്നുമില്ല, പക്ഷെ ഇത് ലിപ്സ്റ്റിക് പറഞ്ഞാല് നമ്മുടെ ലിപ് ബാം ഒക്കെ ഉണ്ടല്ലോ അതിന്റെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ഈ ഒരു നെക്സ്റ്റ് ഷെയ്ഡ് ഏതാണ് നോക്കട്ടെ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ടൊരു പേർപ്പിൾ ആൻഡ് ബ്രൗൺ ഷെയ്ഡാണ്. പേർപ്പിൾ, ഒരു ഡാർക്ക് പേർപ്പിള് ബ്രൗൺ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇത്. ഇനി അടുത്ത് ഇത് വേറൊരു കളറാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു നല്ല ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു പിങ്കാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഇതാവുന്നുണ്ട്. പക്ഷെ ഫസ്റ്റിലെ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഈ ഒരു ഓറഞ്ചും റെഡ് ഷെയ്ഡും ഒരു ലിപ് ബാമിന്റെ ഒക്കെ ആ ഒരു ലെവലിലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ലിപ്സ്റ്റിക്കിന്റെ അത്ര അങ്ങോട്ട് പോകുന്നില്ല. ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതും ലിപ് ബാമിന്റെ ആ ഒരു ഷെയ്ഡാണ് തോന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ആണ്. അപ്പൊ ഞാനിത് മൂന്നും കൂടെ കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട്. അപ്പൊ ഇതിൽ ഈ കാണുന്ന ഒരു ഗ്രേപ്പിന്റെ ആ ഒരു കളറും പിന്നെ ഈ കാണുന്ന ഒരു ഡാർക്ക് റോസ് കളർ, ഇത് രണ്ടുമാണ് ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു ലെവലിൽ വരുന്നത്. ഇത് മൂന്നെണ്ണം ഒരു ലിപ് ബാമിന്റെ ആ ഒരു ടൈപ്പിലാണ് വരുന്നത്. ഭയങ്കര കളറും കാര്യങ്ങളും ഇല്ല. ഓക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമുക്കൊരു 10/8 ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഐലൈനർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് മായ്ച്ചു നോക്കട്ടെ. നല്ലോണം അമർത്തി മായ്ക്കുമ്പോ ഇതുപോലെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൈലാഞ്ചി ഒക്കെ വെറുതെ കഴിഞ്ഞാൽ പോലെ അതുപോലെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മേക്കപ്പ് കോംബോ സെറ്റ്. അപ്പോ കുഴപ്പമില്ല, 10/9, 10/8, ആ ഒരു 8-9 ലെവലിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ആ ഒരു പ്രൈസ് അല്ലേ നമുക്ക് കിട്ടിയത്. ആ ഒരു പ്രൈസിന് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ ഇപ്പൊ നോക്കിയ സമയത്ത് 110 രൂപയാണ് കേട്ടോ. ഞാൻ വാങ്ങിയ സമയത്ത് 150 രൂപയായിരുന്നു. ഇപ്പൊ 110 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മക്കളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.